ഹലോ ഓൾ, വെൽക്കം ടു KS മെൻറ്റർ. ഞാൻ രേഷ്മ, KS മെൻറ്ററിൻ്റെ ലൈഫ് സയൻസ് ഫാക്കൽറ്റി. നമ്മൾ ഇന്നിവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ തന്നെ ലൈഫ് സയൻസിലെ ജീവകങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വൈറ്റമിൻസ്, അവയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ PSC ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ ചോദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇനി ചോദിച്ചേക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അധാര്യമായി തീരുന്ന അവസ്ഥ എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഇല്ലേ? അപ്പം ഇവിടെ തന്നെ ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് കണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങളാണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത്, ഇല്ലേ? നിശാന്തത, ഗ്ലോക്കോമ, തിമിരം, സിറോഫ്താൽമിയ, ഇതൊക്കെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ബാക്കിയുള്ള ഓപ്ഷൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ കറക്റ്റ് ആൻസർ എന്താണെന്ന് നോക്കാം. എന്താണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്? ഇവിടുത്തെ ആൻസർ വിറ്റാമിൻ എയുടെ അപര്യാപ്തത കാരണം നമുക്ക് ഉണ്ടാകുന്ന രോഗം എന്താണ്? നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ് നമുക്ക് വിറ്റാമിൻ എയുടെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന രോഗം. അപ്പം ഓപ്ഷൻ എ നിശാന്തതയാണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്, ഇല്ലേ? ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻസ് നോക്കാം. എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ്? ഓപ്ഷൻ ബി ഗ്ലോക്കോമ. എന്താണ് ഗ്ലോക്കോമ? നമ്മുടെ കണ്ണിലുള്ള പ്രഷർ, അതായത് മർദ്ദ വ്യത്യാസം കാരണം നമ്മുടെ കണ്ണിനുണ്ടാകുന്ന ഒരവസ്ഥയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. പ്രഷർ വ്യത്യാസം കാരണം, നമ്മുടെ കണ്ണിനുള്ള പ്രഷർ വ്യത്യാസം കാരണം നമുക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഈ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അതാണോ ഉത്തരം? അല്ല. പിന്നെന്താണ്? തിമിരമാണ് തന്നിരിക്കുന്നത്. നമുക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് ഉണ്ടായേക്കാവുന്ന ഒരു അസുഖമാണ് തിമിരം എന്ന് പറയുന്നത്. നമ്മുടെ ലെൻസിൻ്റെ ആ ഒരു ട്രാൻസ്പാരൻ്റ് ആ ഒരു നേച്ചർ കുറഞ്ഞിട്ട് ലെൻസിൻ്റെ ആ ഒരു ട്രാൻസ്പാരൻസി കുറയുന്നത് കാരണം ഉണ്ടാകുന്ന അസുഖമാണ് ഈ തിമിരം എന്ന് പറയുന്നത്, ഇല്ലേ? ഇനി അതുപോലെ തന്നെ ഉണ്ടാകുന്ന മറ്റൊരു അസുഖമാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. സിറോഫ്താൽമിയ എന്താണ്? നമ്മുടെ കണ്ണുകൾ വരണ്ടു പോയിട്ട് നമ്മുടെ കൃഷ്ണമണിയൊക്കെ ഡ്രൈ ആയി പോകുന്ന ആ ഒരവസ്ഥ, അധാര്യമായി പോകുന്ന ആ ഒരവസ്ഥയാണ് നമ്മൾ സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ജീവകം എയുടെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന അസുഖം എന്താണ്? നമ്മുടെ നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മളിവിടെ അടുത്ത് വീണ്ടും നോക്കാൻ പോകുന്നത് ഇതേ ചോദ്യം തന്നെയാണ്. നെക്ടലോപിയ അല്ലെങ്കിൽ നിശാന്തത പ്രധാനമായും ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത മൂലമാണ് ഉണ്ടാകുക എന്നതാണ് ചോദ്യം. നമ്മൾ നേരത്തെ തന്നെ നോക്കിയതാണ്, ഇല്ലേ? അത് തന്നെ തിരിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നേരത്തെ ചോദിച്ചത് വിറ്റാമിൻ എയുടെ അപര്യാപ്തത കാരണം കണ്ണിനുണ്ടാകുന്ന രോഗം എന്താണ് എന്നാണ് നേരത്തെ ചോദ്യത്തിൽ ചോദിച്ചത്, ഇല്ലേ? എന്നാൽ ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് എന്താണ്? നിശാന്തത എന്ന് പറയുന്ന അസുഖം ഏത് വിറ്റാമിനിന്റെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഈ ക്വസ്റ്റ്യൻസ് രണ്ടും നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഒരേ അസുഖമാണ്, ഒരേ വിറ്റാമിൻ്റെ ഡെഫിഷ്യൻസിയാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും തന്നെ പല തവണയായിട്ട് ചോദിക്കാറുണ്ട്, ഇല്ലേ? ഇതിപ്പം വിറ്റാമിൻ എയുടെ കേസാണ് ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ പല വിറ്റാമിൻസും, നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ വിറ്റാമിൻസും അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് എന്തെങ്കിലും അസുഖം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെല്ലാം PSC തിരിച്ചും മറിച്ചും ഇതുപോലെ തന്നെ ചോദിക്കാറുണ്ട്. അപ്പം ഈ ഒരു ടോപ്പിക്ക് ജീവകങ്ങൾ, അപര്യാപ്തത രോഗങ്ങൾ, ഇതൊരു ചെറിയൊരു ടോപ്പിക്കാണ് കമ്പാരിറ്റീവ്ലി. അപ്പം ഈ ഒരു ടോപ്പിക്ക് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പിക്കാവുന്നതാണ്, ഇല്ലേ? വളരെ കുറച്ച് ഫാക്ട്സ് നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ആക്കി വെക്കുക എന്ന് മാത്രമാണ് ചെയ്യേണ്ടത്. അത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പിക്കാം, ഇല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? നെക്ടലോപിയ പ്രധാനമായും ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത മൂലമാണ് ഉണ്ടാകുക? നെക്ടലോപിയ എന്ന് പറയുന്നത് നമ്മുടെ നിശാന്തതയുടെ മറ്റൊരു പേര് തന്നെയാണ് നെക്ടലോപിയ എന്ന് പറയുന്നത്. ഈ ഒരു അസുഖം എന്ത് വിറ്റാമിനിൻ്റെ കുറവ് കാരണമാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എയുടെ കുറവ് കാരണമാണ് ഈ ഒരു അസുഖം നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു? വിറ്റാമിൻ എയുമായിട്ട് ബന്ധപ്പെട്ട് അത് കാരണം ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി ഡിസീസ് ആണ് നേരത്തെ ചോദിച്ചത്. നമ്മൾ പല PSC ക്വസ്റ്റ്യൻ പേപ്പറുകളും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഡെഫിഷ്യൻസി ഡിസീസും ജീവകവും ഇത് നമുക്ക് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്, ഇല്ലേ? നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ 1 മാർക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു ഏരിയ. അപ്പോൾ PSCയുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ, ഇതിപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയതെന്ന് പറയുന്നത് ഒരു സിമ്പിൾ MCQ ടൈപ്പ് ഒരു ചോദ്യമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ചിലപ്പോൾ ഒരു തെറ്റായ ജോഡി എന്ത്, ശരിയായ ജോഡി എന്ത്, അങ്ങനെ ചോദിക്കാം. ഇല്ലെങ്കിൽ മാച്ച് ദ പെയേഴ്സോ, അങ്ങനെ എന്ത് വേണോ ചോദിക്കാം, ഇല്ലേ? PSCക്ക് മാറിയ PSCയുടെ ചോദ്യ രീതികൾ കാരണം നമുക്ക് ഏത് രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം കറക്റ്റായിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കണം, ഇല്ലേ? അപ്പോൾ നമ്മൾ പുതിയ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. തെറ്റായ ജോഡി കണ്ടെത്താനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന ജോഡികൾ. ബെറിബെറി ജീവകം B3 എന്നാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ജീവകം B3. നമുക്കറിയാം ജീവകം ബി എന്ന് പറയുന്നത് ബി കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് B1 B2 B3 എന്ന് പറഞ്ഞ് ഒരുപാട് വിറ്റാമിൻസ് അതിനകത്ത് തന്നെ ഉണ്ട്. ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് നമ്മൾ ബിക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്നാണ് പറയുന്നത് ഇല്ലേ. അപ്പോൾ ഈ ജീവകം ബിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് അപര്യാപ്തത രോഗങ്ങളും അതെന്ത് ജീവകമാണ് എന്നൊന്നുമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ബെറിബെറി എന്ന് പറയുന്നത് ഏത് ജീവകത്തിന്റെ അപര്യാപ്തത കാരണമാണ് ഉണ്ടാകുന്നത്? ബെറിബെറി എന്ന് പറയുന്നത് ഏത് ജീവകത്തിന്റെ അപര്യാപ്തത കാരണമാണ്? B3 ആണോ? അല്ല. ബെറിബെറി എന്ന് പറയുന്നത് ജീവകം B1ന്റെ അപര്യാപ്തത കാരണമാണ് ഉണ്ടാകുന്നത്. എന്താണ്? ബെറിബെറി ഉണ്ടാകുന്നത് ജീവകം B1ന്റെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. പെല്ലഗ്രയ്ക്ക് നേരെ തന്നിരിക്കുന്നത് B1 ആണ്. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി രണ്ടാമത്തത് തെറ്റാണ്. കാര്യം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു ബെറിബെറി എന്ന് പറയുന്നത് ജീവകം B1 ആണ്. അത് നമ്മൾ ഉറപ്പിച്ച ഫാക്റ്റാണ്. അപ്പം B1 അടുത്ത ഓപ്ഷനിൽ തന്നിരുന്നു കഴിഞ്ഞാൽ അത് തെറ്റാവാനുള്ള സാധ്യതയുണ്ട് ഇല്ലേ. അങ്ങനെയാണെങ്കിൽ പെല്ലഗ്ര ഏത് ജീവകത്തിന്റെ അപര്യാപ്തത കാരണമാണ് ഉണ്ടാകുന്നത്? പെല്ലഗ്ര ഉണ്ടാകുന്നത് ജീവകം B3യുടെ അപര്യാപ്തത കാരണമാണ്. എന്താണ്? ജീവകം B3യുടെ അപര്യാപ്തത കാരണമാണ് എന്ത് അസുഖം ഉണ്ടാകുന്നത്? പെല്ലഗ്ര ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. പെർനീഷ്യസ് അനീമിയ എന്ന് പറയുന്ന രോഗം ഏത് ജീവകത്തിന്റെ കുറവ് കാരണമായിരിക്കാം ഉണ്ടാകുന്നത്? ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ജീവകം B6 ആണ്. എന്നാൽ ജീവകം B6ന്റെ അപര്യാപ്തത കാരണമാണോ പെല്ലഗ്ര ഉണ്ടാകുന്നത്? ആണോ? അല്ല. ജീവകം B6ന്റെ അല്ല B12ന്റെ അപര്യാപ്തത കാരണമാണ് എന്ത് അസുഖം ഉണ്ടാകുന്നത്? പെർനീഷ്യസ് അനീമിയ എന്ന് പറയുന്ന ആ ഒരു അസുഖം ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? B12 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിവിടെ നാലാമത്തത് നോക്കാം. ഇവയെല്ലാം എന്താണ്? തെറ്റായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന ജോഡികളെല്ലാം എന്താണ്? തെറ്റ് തന്നെയാണ് ഇല്ലേ. അപ്പം നമുക്ക് നോക്കാം നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്താണ്. നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ D ആണ്. ഇവയെല്ലാം തെറ്റ് തന്നെയാണ്. ഇവിടെ നമുക്കൊരു വിശദീകരണം തന്നിട്ടുണ്ട്. എന്താണ് ബെറിബെറി എന്ന് പറയുന്നത്? ഏത് അസുഖം അല്ലെങ്കിൽ ഏത് ജീവകത്തിന്റെ അപര്യാപ്തത കാരണമാണ് ഉണ്ടാകുന്നത്? ബെറിബെറി ജീവകം B1ന്റെ അപര്യാപ്തത കാരണമാണ് ഇത് ഉണ്ടാകുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് പെല്ലഗ്ര ഉണ്ടാകുന്നത് എന്തിന്റെ അപര്യാപ്തത കാരണമാണ് ഉണ്ടാകുന്നത്? പെല്ലഗ്ര ഉണ്ടാകുന്നത് ജീവകം B3യുടെ അപര്യാപ്തത കാരണമാണ് പെല്ലഗ്ര എന്ന് പറയുന്ന അസുഖം നമുക്ക് ഉണ്ടാകുന്നത്. ഇനി പെർനീഷ്യസ് അനീമിയ ഉണ്ടാകുന്നതോ? പെർനീഷ്യസ് അനീമിയ ഉണ്ടാകുന്നത് ജീവകം B12ന്റെ അപര്യാപ്തത കാരണമാണ് പെർനീഷ്യസ് അനീമിയ നമുക്ക് ഉണ്ടാകുന്നത്. ഇനി തന്നെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഇനി വേറെ ഏതൊക്കെ ജീവകങ്ങൾ നമുക്ക് അറിയാം? ജീവകം B7 ഉണ്ട് ഇല്ലേ. ജീവകം B7 ഉണ്ട്. B7ന്റെ അപര്യാപ്തത കാരണം നമുക്ക് എന്തുണ്ടാകാം? മുടി കൊഴിച്ചിലൊക്കെ വളരെയധികം കൂടാനുള്ള സാധ്യത ഉണ്ട് ജീവകം B7 കുറവാണെന്നുണ്ടെങ്കിൽ. ജീവകം B7 എന്ന് പറയുന്നതിന്റെ മറ്റൊരു പേരാണ് ബയോട്ടിൻ എന്ന് പറയുന്നത്. ഈ ബയോട്ടിൻ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിൽ കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ കാരണം നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി എന്ന് വിചാരിക്കുക. അവർ നിങ്ങൾക്ക് ബയോട്ടിൻ ടാബ്ലറ്റ്സ് പ്രിസ്ക്രൈബ് ചെയ്യും. എന്തുകൊണ്ടാണ്? നമ്മുടെ B7 ആ ഒരു വൈറ്റമിൻ്റെ കുറവ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ ആ കുറവ് അവിടെ നികത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബയോട്ടിൻ ടാബ്ലറ്റ്സുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തതായിട്ട് വേറെ എന്തുണ്ട്? ജീവകം B9 ഉണ്ടല്ലേ. ജീവകം B9 ബി കോംപ്ലക്സിലെ തന്നെ മറ്റൊരു ജീവകമാണ് ജീവകം B9 എന്ന് പറയുന്നത്. ഈ B9ന്റെ അപര്യാപ്തത കാരണം നമുക്കുണ്ടാകുന്ന അസുഖമാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. എന്താണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ? നമ്മളിവിടെ പെർനീഷ്യസ് അനീമിയ ജീവകം B12 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്തിന്റെ അപര്യാപ്തത കാരണമാണ് ഉണ്ടാകുന്നത്? ജീവകം B9ന്റെ അപര്യാപ്തത കാരണമാണ് എന്തുണ്ടാകുന്നത്? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ബി കോംപ്ലക്സ് മാത്രം നോക്കിയാൽ മതിയോ? നമ്മൾ നേരത്തെ A നോക്കി, B നോക്കി. ഇനി അടുത്തതായിട്ട് C ഉണ്ട്. സിയുടെ അപര്യാപ്തത കാരണം ഏത് അസുഖമാകാം ഉണ്ടാകുന്നത്? സിയുടെ അപര്യാപ്തത കാരണം പല തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. സിയുടെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത്. നിങ്ങൾ പഴയ കാലത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ജീവകം സിയുടെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന ആ ഒരു അപര്യാപ്തത രോഗം അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ആ ഒരു രോഗം എന്ന് പറയുന്നത്?
സ്കർവി ആണ് ഇല്ലേ? എന്താണ് സ്കർവി എന്ന് പറയുന്ന രോഗമാണ് എന്തിന്റെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്നത്? സിയുടെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്നത് ഇല്ലേ? നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന അസുഖമാണ് എന്ത്? സ്കർവി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്കർവി ഉണ്ടാകുന്നത് ജീവകം സിയുടെ അപര്യാപ്തത കാരണമാണ്. ഇനി ജീവകം ഡി ഉണ്ടല്ലോ, ജീവകം ഡിയുടെ അപര്യാപ്തത കാരണം നമുക്ക് ഉണ്ടാകുന്ന അസുഖം എന്താണ്? ജീവകം ഡിയുടെ അപര്യാപ്തത കാരണം നമുക്കുണ്ടാകുന്ന അസുഖമാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത്. എന്താണ്? ജീവകം ഡിയുടെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന അസുഖമാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എന്താണ്? റിക്കറ്റ്സ് എന്നാണ് ജീവകം ഡിയുടെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന അസുഖം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വേറെ 2 ജീവകം കൂടെ നമുക്കുണ്ടല്ലോ. എന്തൊക്കെയാണ്? ജീവകം ഇ ഉണ്ട് ഇല്ലേ? ജീവകം ഇയുടെ അപര്യാപ്തത കാരണം നമുക്കുണ്ടാകുന്ന അസുഖം എന്താണ്? ജീവകം ഇയുടെ അപര്യാപ്തത കാരണം നമുക്കുണ്ടാകുന്നതാണ് വന്ധ്യത എന്ന് പറയുന്ന അവസ്ഥ ഇല്ലേ? വന്ധ്യത ഉണ്ടാകുന്നത് ജീവകം ഇയുടെ അപര്യാപ്തത കൊണ്ടും ആകാം. ഓക്കെ, വന്ധ്യതയ്ക്ക് വേറെ പല കാരണങ്ങളും ഉണ്ടാകാം, പക്ഷെ ജീവകം ഇയുടെ അപര്യാപ്തത കാരണവും എന്തുണ്ടാകാം? വന്ധ്യത ഉണ്ടാകാം. ഇനി ജീവകം കെ, ജീവകം കെയുടെ അപര്യാപ്തത കാരണം നമുക്ക് എന്ത് സംഭവിക്കാം? ബ്ലഡ് ക്ലോട്ട് ചെയ്യില്ല ഇല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ജീവകം കെയുടെ അപര്യാപ്തത കുറവാണ്, ജീവകം കെ കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കില്ല? ബ്ലഡ് ക്ലോട്ട് ചെയ്യില്ല. ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ജീവകമാണ് ജീവകം കെ എന്ന് പറയുന്നത്. അതിന്റെ അപര്യാപ്തത ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും ബ്ലഡ് ക്ലോട്ടിങ് ആ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കില്ല, നമുക്ക് ബ്ലഡ് നേരെ ക്ലോട്ട് ചെയ്യില്ല. ബ്ലഡ് ക്ലോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ രക്തം നിലയ്ക്കാതെ ഒഴുകിക്കൊണ്ടേയിരിക്കും ഇല്ലേ? നമുക്ക് രക്തം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ജീവകം കെയുടെ കുറവ് കാരണം എന്ത് സംഭവിക്കാം? ബ്ലഡ് ക്ലോട്ടിങ് കൃത്യമായിട്ട് നടക്കാതിരിക്കാം. ഓക്കെ, ഹീമോഫീലിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഈ ഇത്രയും ഒരു ഫാക്ട്സ് നോക്കി നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി എന്താണ് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ കൃത്യമായിട്ട് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അസുഖങ്ങളെല്ലാം കൂടെ തിരിഞ്ഞു പോകാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലായിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ന് മനസ്സിലായി ഇല്ലേ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം എന്താണെന്ന് നോക്കാം. എന്താണ്? ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് ഇല്ലേ? ചേരുംപടി ചേർക്കുക, അല്ലെങ്കിൽ തെറ്റായ ജോഡി, ശരിയായ ജോഡി, ഇതൊക്കെ തിരഞ്ഞെടുക്കാൻ പറയുക. ഇതൊക്കെ PSക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനത്തുള്ള ചോദ്യങ്ങൾ ഈസി ആയിട്ട് ചോദിക്കാനും സാധിക്കും. അപ്പൊ നമുക്ക് അതിന്റെ ഒരു പ്രാക്ടീസ് എന്നോണം ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. എന്താണ് ജീവകം B6? ജീവകം B6ന്റെ കുറവ് കാരണം നമുക്കുണ്ടായേക്കാവുന്ന അസുഖം എന്താണ്? നമ്മൾ കുറച്ച് നേരത്തെ നോക്കിയതായിരുന്നു ജീവകം B6 ഇല്ലേ? അപ്പം ജീവകം B6ന്റെ അപര്യാപ്തത കാരണം നമുക്കുണ്ടായേക്കാവുന്ന അസുഖം എന്താണ്? എന്താണത്? മൈക്രോസൈറ്റിക് അനീമിയ ആണ് ഇല്ലേ? മൈക്രോസൈറ്റിക് അനീമിയ ആണ് നമുക്ക് എന്ത് കാരണം? ജീവകം B6ന്റെ അപര്യാപ്തത കാരണം ഉണ്ടായേക്കാവുന്ന അസുഖം എന്ന് പറയുന്നത്. ജീവകം B6ന്റെ അപര്യാപ്തത കാരണം നമുക്ക് ഉണ്ടായേക്കാവുന്ന അസുഖമാണ് എന്തെന്ന് പറയുന്നത്? മൈക്രോസൈറ്റിക് അനീമിയ എന്ന് പറയുന്നത്. എന്താണ്? മൈക്രോസൈറ്റിക് അനീമിയ. അപ്പൊ ജീവകം B6 എന്താണ്? 4ാമത്തെ ഓപ്ഷനുമായിട്ടാണ് മാച്ച് ചെയ്ത് പോകുന്നത് ഇല്ലേ? ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം ജീവകം B9. ജീവകം B9 കുറച്ച് നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. ജീവകം B9ന്റെ കുറവ് കാരണം നമുക്ക് എന്താണ് ഉണ്ടായേക്കാവുന്നത്? ജീവകം B9ന്റെ കുറവ് കാരണം നമുക്ക് എന്തുണ്ടാകും? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഇല്ലേ? ജീവകം B9ന്റെ കുറവ് കാരണമാണ് എന്തുണ്ടായേക്കാവുന്നത്? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടായേക്കാവുന്നത്. ഇനി അടുത്തതായിട്ട് ജീവകം B12. ജീവകം B12ന്റെ കുറവ് കാരണം നമുക്ക് എന്തുണ്ടായേക്കാം? പെർനീഷ്യസ് അനീമിയ ഉണ്ടായേക്കാം ഇല്ലേ? ഓപ്ഷൻ 1 ഓപ്ഷനുമായിട്ട് ആണ് നമ്മളിവിടെ മാച്ച് ചെയ്യേണ്ടത്. ജീവകം B12ന്റെ കുറവ് കാരണം നമുക്ക് പെർനീഷ്യസ് അനീമിയ ആണ് ഉണ്ടാകുന്നത്. ഇനി ജീവകം D, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ജീവകം ഡിയുടെ കുറവ് കാരണം എന്ത് അസുഖമാണ് ഉണ്ടാകുന്നത്? റിക്കറ്റ്സ് ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇനി റിക്കറ്റ്സിന്റെ തന്നെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? ഓസ്റ്റിയോമലാസിയ എന്ന് പറയുന്നത്. എന്താണ്? ഓസ്റ്റിയോമലാസിയ. ഓക്കെ, കറക്റ്റ് ആണല്ലോ. നമ്മളിപ്പോൾ എങ്ങനെയൊക്കെയാണ് മാച്ച് ചെയ്തത്? ജീവകം B6നെ നമ്മൾ ഓപ്ഷൻ 4 മൈക്രോസൈറ്റിക് അനീമിയ ആയിട്ട് നമ്മളിവിടെ മാച്ച് ചെയ്തു. ഈ ഒരു ഓപ്ഷൻസ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഈ ഒന്നാമത്തെ ആ ഒരു ഓപ്ഷൻ നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോയി മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടുത്തെ ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ആൻസർ നമുക്ക് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ്? ഓപ്ഷൻ B ഇല്ലേ? ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടെ കറക്റ്റ് ആണോ എന്ന് നോക്കാം. ജീവകം B9
മെഗാലോബ്ലാസ്റ്റിക് അനീമിയ നമ്മളിവിടെ മാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് ഓപ്ഷൻ ബി 3 ആയിട്ട് തന്നെയാണ് മാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി ജീവകം B12 പെർണീഷ്യസ് അനീമിയ ആയിട്ടാണ് നമ്മൾ മാച്ച് ചെയ്തിരിക്കുന്നത്. ജീവകം B12 സി എന്തുമായിട്ടാണ് ഇവിടെ മാച്ച് ചെയ്തിരിക്കുന്നത്? സി ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് തന്നെയാണ് മാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി ജീവകം ഡി ഉണ്ട്. ജീവകം ഡി നമ്മൾ ഓസ്റ്റിയോമലാസിയ ആയിട്ടാണ് ഇവിടെ മാച്ച് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇവിടെ ഡിയിൽ കൊടുത്തിരിക്കുന്നത്? ഡി രണ്ടാമത്തെ ഓപ്ഷൻ ഓസ്റ്റിയോമലാസിയ ആയിട്ട് തന്നെയാണ് ഇല്ലേ. അപ്പോൾ നമ്മളിപ്പം ഇൻ കേസ് നമുക്ക് ഒരെണ്ണം മാത്രം ഉറപ്പില്ല, അല്ലെങ്കിൽ 2 എണ്ണം ഉറപ്പില്ല, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഓപ്ഷൻസിൽ നിന്ന് ചിലപ്പോൾ ഇങ്ങനത്തുള്ള സാഹചര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്ത് തന്നെ എക്സ്ക്ലൂഡ് ചെയ്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കും. പക്ഷെ അതെങ്ങനെ എത്തണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 2-3 ഉണ്ടെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം ആദ്യമേ. എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനൊരു കാര്യമെങ്കിലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അറിയില്ല, ചിലപ്പോൾ നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ടെൻഷൻ കൂടുതലായിപ്പോയി, കറക്റ്റായിട്ട് ആൻസർ വരുന്നില്ല, കൺഫ്യൂഷൻ ആയിപ്പോയി, ചിലപ്പോൾ 1-2 നമ്മൾ വിട്ടുപോകാം. നമുക്ക് ഈ ഒരു എക്സ്ക്ലൂഷൻ ടെക്നിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്ഷൻസ് കട്ട് ചെയ്ത് മാറ്റി നമുക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരത്തിലോട്ട് എത്താനായിട്ട് സാധിക്കും ഇല്ലേ. ഇനി അടുത്തതായിട്ട് ചോദിക്കുന്ന ചോദ്യം നോക്കാം. എന്താണ് നമ്മുടെ ഈ ജീവകങ്ങളിൽ തന്നെ കെമിക്കൽ നെയിം അല്ലെങ്കിൽ രാസനാമം എന്താണ് എന്ന് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഇല്ലേ. നമുക്കിവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അസ്കോർബിക് അമ്ലം അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡ് ഇല്ലേ. അസ്കോർബിക് ആസിഡ് എന്നത് ഏത് ജീവകത്തിന് രാസനാമമാണ് എന്ന് വേണമെങ്കിലും ചോദിക്കാം. അല്ലെങ്കിൽ എന്താണ് ഒരു ജീവകം തന്നിട്ട് അതിന്റെ രാസനാമം എന്താണ് എന്ന് ചോദിക്കാം. ഇങ്ങനെ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത് ഇല്ലേ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നേരത്തെ നോക്കിയത്? ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളുമാണ് നമ്മൾ നേരത്തെ നോക്കിയത്. ഇപ്പൊ ചോദിക്കുന്നത് എന്താണ്? ജീവകങ്ങളും അവയുടെ രാസനാമവുമാണ് നോക്കുന്നത്. ഇനി അതുപോലെ തന്നെ നോക്കേണ്ട മറ്റൊരു ഏരിയയാണ് ജീവകവും അതിന്റെ സോഴ്സ്, ഏതൊക്കെ ഭക്ഷണത്തിൽ നിന്ന് നമുക്കത് കിട്ടും എന്നുള്ള കാര്യവും കൂടെ നമ്മളൊന്ന് നോക്കി വെക്കണം. ഇതെന്തായാലും നമുക്ക് നോക്കാം. എന്താണ് അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആ ഒരു അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം? അസ്കോർബിക് അമ്ലം നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ജീവകം സി, ജീവകം എ, ജീവകം ഇ, ജീവകം കെ. എന്താണ് ജീവകം സി ആണ് ഇല്ലേ. ജീവകം സി, എ എന്നൊക്കെ പറയുന്നത് PSCക്ക് വളരെ വളരെ പ്രിയപ്പെട്ട ജീവകങ്ങളാണ്. ഒരുപാട് തവണ മാറി മാറി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോൾ എന്ത് മനസ്സിലായി? അസ്കോർബിക് അമ്ലം എന്ന് പറയുന്നത് ജീവകം സിയുടെ ശാസ്ത്രനാമമാണ് അല്ലെങ്കിൽ രാസനാമമാണ് എന്ന് മനസ്സിലായി. ഇനി അതുപോലെ തന്നെ എ ഉണ്ട്, ബി കോംപ്ലക്സ് ഉണ്ട്, ഇ ഉണ്ട്, കെ ഉണ്ട്, ഡി ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം നമ്മൾ പഠിച്ചിരിക്കുകയും വേണം. ഏതെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല ഇല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. ജീവകം എയുടെ രാസനാമം എന്താണ്? ജീവകം എയുടെ രാസനാമം എന്താണ്? റെക്റ്റിനോൾ എന്നാണ് ജീവകം എയുടെ രാസനാമം എന്ന് പറയുന്നത്. എന്താണ് ജീവകം എയുടെ രാസനാമം? റെക്റ്റിനോൾ ആണ് ജീവകം എയുടെ രാസനാമം. ഇനി ഡിയുടെ രാസനാമം എന്താണ്? ഡിയുടെ രാസനാമം എന്താണ്? കാൽസിഫെറോൾ. എന്താണ് ഡിയുടെ രാസനാമം? കാൽസിഫെറോൾ എന്നാണ് ഡിയുടെ രാസനാമം. ഇനി ഇയുടെ രാസനാമം എന്താണ്? ഇയുടെ രാസനാമം എന്താണ്? ടോക്കോഫെറോൾ എന്നാണ് ഇയുടെ രാസനാമം ഇല്ലേ. ടോക്കോഫെറോൾ ആണ് നമ്മുടെ ഇയുടെ രാസനാമം. ഇനി കെയുടെ രാസനാമം എന്താണ്? കെയുടെ രാസനാമം ഫില്ലോക്വിനോൺ എന്നാണ് കെയുടെ രാസനാമം. എന്താണ്? ഫില്ലോക്വിനോൺ എന്നാണ് കെയുടെ രാസനാമം. ഓക്കെ അല്ലേ? കറക്റ്റ് അല്ലേ? ഇനി നമുക്ക് ബി കോംപ്ലക്സ് ഉണ്ട് ഇല്ലേ. ബി കോംപ്ലക്സ് നമ്മൾ ഇതുപോലെ തന്നെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഏതൊക്കെയുണ്ട് നമുക്ക് ബി കോംപ്ലക്സിൽ? B1 ഉണ്ട് ഇല്ലേ. B1 എന്ന് പറയുമ്പം അതെന്താണ്? B1ന്റെ രാസനാമം തയാമിൻ എന്നാണ് B1ന്റെ രാസനാമം. എന്താണ്? തയാമിൻ ആണ് B1ന്റെ രാസനാമം. ഇനി B2 ഉണ്ട്. എന്താണ് B2ന്റെ രാസനാമം? B2ന്റെ രാസനാമം എന്താണ്? റൈബോഫ്ലാവിൻ ആണ് B2ന്റെ രാസനാമം. ഇനി B3 ഉണ്ട് ഇല്ലേ. B3യുടെ രാസനാമം എന്താണ്? നിയാസിൻ. എന്താണ്? നിയാസിൻ ആണ് B3യുടെ രാസനാമം എന്ന് പറയുന്നത്. ഇനി അടുത്ത് വേറെ എന്തുണ്ട്? B5 ഉണ്ട് ഇല്ലേ. B5ന്റെ രാസനാമം എന്താണ്? പാന്തോതെനിക് ആസിഡ്. എന്താണ്? പാന്തോതെനിക് ആസിഡ് ആണ് B5ന്റെ രാസനാമം എന്ന് പറയുന്നത്. ഇനി അടുത്ത B6 ഉണ്ട്. എന്താണ് B6ന്റെ രാസനാമം? പിരിഡോക്സിൻ എന്നാണ് B6ന്റെ രാസനാമം. എന്താണ്? പിരിഡോക്സിൻ എന്നാണ് B6ന്റെ രാസനാമം.
ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ B1, B2, B3, B5, B6 നോക്കി. ഇനി അടുത്ത് നോക്കേണ്ടത് എന്താണ്? B7. ഞാൻ നേരത്തെ പറഞ്ഞതാണ് B7ന്റെ രാസനാമം എന്താണ്? B7ന്റെ രാസനാമം? ബയോട്ടിൻ എന്നാണ് B7ന്റെ രാസനാമം അല്ലെ? ബയോട്ടിൻ ആണ് നമ്മുടെ B7ന്റെ രാസനാമം. ഇനി നമുക്ക് ബി കോംപ്ലക്സിലെ 2 ജീവകം കൂടെ നോക്കാനുണ്ട്. ഏതൊക്കെയാണ്? ബി കോംപ്ലക്സിൽ നമുക്ക് ഇനി 2 ജീവകം കൂടെ ഉണ്ട്. എന്തൊക്കെയാണ്? B9 ഉണ്ട് ഇല്ലേ? B9 ഉണ്ട്. എന്താണ് B9ന്റെ രാസനാമം എന്ന് പറയുന്നത്? B9 ആണ് നമ്മുടെ ഫോളിക് ആസിഡ്. എന്താണ്? ഫോളിക് ആസിഡ് ആണ് B9ന്റെ രാസനാമം എന്ന് പറയുന്നത്. ഇനി അടുത്ത് B12 ഉണ്ട്. എന്താണ് B12ന്റെ രാസനാമം? സയാനോകൊബാലമിൻ. എന്താണ്? സയാനോകൊബാലമിൻ. എന്താണ്? സയാനോകൊബാലമിൻ ആണ് നമ്മുടെ B12ന്റെ രാസനാമം എന്ന് പറയുന്നത്. എന്താണ്? സയാനോകൊബാലമിൻ. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ എന്തൊക്കെയാണ്? എയുടെ രാസനാമം റെറ്റിനോൾ എന്നാണ്. ഡിയുടെ രാസനാമം കാൽസിഫെറോൾ ആണ്. നമ്മൾ നേരത്തെ സി പറഞ്ഞതാണ്, അസ്കോർബിക് അമ്ലം അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡ്. ഇനി ഇ ഉണ്ട്, ടോക്കോഫെറോൾ ആണ്. കെ ഫില്ലോക്വിനോൺ ആണ്. ഇനി നമ്മൾ നോക്കിയത് ബി കോംപ്ലക്സിലെ രാസനാമങ്ങളാണ്. B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാന്തോത്തനിക് ആസിഡ്, B6 പിറിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സയാനോകൊബാലമിൻ. ഇത്രയും സാധനം ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് ഉറപ്പിക്കാം. ജീവകങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് നമുക്കുള്ളത്. സോഴ്സ് എന്ന് പറഞ്ഞു വെച്ചിരിക്കണം. എന്തൊക്കെയാണ് സോഴ്സ്? ഏതൊക്കെ ജീവകം ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് ഇല്ലേ? അതൊന്ന് നോക്കി വെക്കുക. പിന്നെ നമ്മുടെ രാസനാമങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കുക. ഡെഫിഷ്യൻസി ഡിസീസ് കൃത്യമായിട്ട് നോക്കി വെച്ചേക്കുക. ഇതൊക്കെ ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്കാണ് ഇല്ലേ? ആ ഒരു മാർക്ക് ചിലപ്പോൾ നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കാം ഇല്ലേ? അപ്പോൾ കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവൈക്യൂ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുക. അതുമായിട്ട് അനുബന്ധപ്പെട്ടിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ പഠിച്ചു വെച്ചിരിക്കുക. വേറെ ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിലും ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇല്ലേ? ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണ്? അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ജീവകം B3യുടെ രാസനാമം എന്താണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. B3യുടെ രാസനാമം എന്താണ്? B3യുടെ രാസനാമം? B3യുടെ രാസനാമം നമുക്കിവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് തയാമിൻ, B നിയാസിൻ, C പാന്തോത്തനിക് ആസിഡ്, D പിറിഡോക്സിൻ. B3യുടെ രാസനാമമാണ് ചോദിച്ചിരിക്കുന്നത് തയാമിൻ, നിയാസിൻ, പാന്തോത്തനിക് ആസിഡ്, പിറിഡോക്സിൻ. ഇതിന്റെ ഉത്തരം ഇത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഇതിന്റെ ഉത്തരം നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞതിൽ തന്നെ ഇതിന്റെ ഉത്തരമുണ്ട്. ആ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിച്ചു എന്നുള്ളൊരു സന്തോഷം എനിക്കും ഉണ്ട് ഇല്ലേ? അപ്പോൾ എന്താണ് നമ്മൾ ഈ PYQ സെഷൻസ് നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസേഴ്സിലോട്ട് എങ്ങനെ എത്താം, എങ്ങനെ ആൻസർ ചെയ്യാം, എങ്ങനെ ആൻസേഴ്സിലോട്ട് പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കും, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ചിലപ്പോൾ ഒരു മാർക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും ഇല്ലേ? PYQ ക്വസ്റ്റ്യൻസ് നമുക്ക് പലതവണ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് കാണാം. നമ്മൾ ഇവിടെ തന്നെ കണ്ടതാണ് ഇല്ലേ? അപ്പോൾ അങ്ങനെ നമുക്കൊരു മാർക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇല്ലേ? അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ ഒരു PYQ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ചോദിക്കാവുന്ന കുറച്ച് ഫാക്ട്സും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു സയന്റിഫിക് അനാലിസിസ് നടത്തി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സയന്റിഫിക് അനാലിസിസ് നടത്തിയിട്ടാണ് നമ്മളിവിടെ നമ്മുടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും നല്ലൊരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചത്. KS എക്സാംസ് ആണെങ്കിലും അങ്ങനെ പലതരത്തിലുള്ള ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് നമ്മുടെ ബെസ്റ്റ് റിസൾട്ട്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചത് ഇങ്ങനെയുള്ള ഒരു സയന്റിഫിക് അനാലിസിസിലൂടെ കൊടുക്കുന്ന ക്ലാസ്സസിൻ്റെ മികവ് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു മികവ് കൊണ്ട് തന്നെയാണ് 5-ൽ ഒരാൾക്ക്, നമ്മുടെ സ്റ്റുഡൻസിൽ 5-ൽ ഒരാൾക്ക് ജോലി നൽകാനായിട്ട് നമുക്ക് സാധിച്ചത്. ഈ ഒരു അനാലിസിസിൻ്റെ ബേസിലും നമ്മൾ അത്രയും നല്ല ക്വാളിറ്റി ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടുമാണ്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും എന്ന് പറയുന്ന ജീവശാസ്ത്രത്തിൽ നിന്നുള്ള ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് PSC മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. എല്ലാവർക്കും ഈ ഒരു ക്ലാസ് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ട്സ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നോട്ട്സ് നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്ലാസ്
ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും നമ്മുടെ ചാനലിൽ. മുന്നേ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സീരീസ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സീരീസ് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന വീഡിയോസ് കാണുക, നിങ്ങൾക്ക് പ്രയോജനപ്പെടും ഉറപ്പായിട്ടും. സോ ഇനി അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരെ താങ്ക് യു. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ LDC ക്ലാസ്സുകൾ. ഏതൊരു കോൺസെപ്റ്റും വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരുന്ന അധ്യാപകർ. ലൈവ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംശയങ്ങളെല്ലാം അതേ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇനി ക്ലാസ് കാണാൻ പറ്റിയില്ലെങ്കിലോ റെക്കോർഡഡ് ക്ലാസ്സസ് ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്കിത് കേട്ട് പഠിക്കാനും പറ്റും. ഇനി പഠിച്ചാൽ മാത്രം പോരല്ലോ, റിവിഷനും കൂടെ ആവശ്യമാണ്. ഓരോ ക്ലാസ് കഴിയുമ്പോൾ അതിന്റെ ഡെയിലി ടെസ്റ്റ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ് ഇതെല്ലാം ഇതിനോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ബാച്ചിൽ അഡ്മിഷൻസ് ഓപ്പൺ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക.